നടപടിയെക്കുറിച്ചൊന്നും ഇതുവരെ എനിക്ക് വ്യക്തമല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. അവർ തീരുമാനിച്ചിട്ട് അവരോട് ചോദിച്ച് കറക്റ്റ് അറിയാൻ പറ്റും. യോഗത്തിലാണ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പിന്നെ മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട്. അതിൽ ഇല്ലാത്ത 3-4 പേരേ ഉള്ളൂ. ഒരു കാര്യം കൺഫേം ചെയ്തു. നേരത്തെ ശ്വേത മേനോട് ഈ കാര്യം പറഞ്ഞു. മാർച്ച് 6-ന് ഞാൻ പരാതി കൊടുത്തത് ശ്വേത മേനോനും കുക്കു പരമേശ്വരനും ആണ്. ഓഫീസിൽ കൊടുത്ത മെയിൽ അതാണ്. അതിന് മുന്നേ ജനറൽ സെക്രട്ടറിക്ക് മാത്രമാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോലീസിന് കൊടുത്ത പരാതികൾ എന്തെങ്കിലും ആവശ്യമോ മൊഴിയെടുക്കണം എന്തെങ്കിലും ചെയ്തു? പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അത് സീരിയസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നെയാണ്. പരാതി പരിശോധിച്ചതെല്ലാം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. എൻ്റെ നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ഒരു 3-4 മെമ്പേഴ്സ് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. 4-ഉണ്ട്, 2-3 പേര് ഇതുവരെ ഇല്ല. അറിഞ്ഞൂടെ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയാണ് തീരുമാനം. ആ കമ്മിറ്റി അറിയാതെയാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിന് ശേഷം അവർ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. തെളിവുകളൊക്കെ ഹാജരാക്കിയോ? മൊബൈലിലുണ്ടായിരുന്ന തെളിവുകളുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഹാജരാക്കി, അതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായ 2 പേരാണല്ലോ, നിഷുപാലും കുക്കുവാണ്. അപ്പോൾ കുക്കു മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ കുക്കുവിൻ്റെ സാന്നിധ്യത്തിലാണ് പരിശോധിച്ചത്. കുക്കുവിൻ്റെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. ലേബർ കോർട്ടിൽ നിന്ന് ഇവിടെ ആളെത്തിയിട്ടുണ്ട്. ലേബർ കോർട്ടിൽ നിന്ന് അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ചേച്ചി, അപ്പോൾ ഇന്ന് ഇവർ വിളിപ്പിച്ചത് ഈ പരിശോധനകൾ കൊണ്ട് മാത്രമാണ്? പരാതി കാരണം മാർച്ച് 6-ന് കൊടുത്ത പരാതി ഇത് അന്വേഷിക്കാൻ ഇതുവരെ ഒരു EC മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ EC മീറ്റിംഗ് ഇന്നാണ്. അന്ന് എന്നോട് പറഞ്ഞിരുന്ന EC മീറ്റിംഗ് ഇന്നാണ് ഉണ്ടായത്. അപ്പം ഈ പരാതി ചർച്ച ചെയ്യാമെന്ന് അന്ന് പ്രസിഡന്റ് എനിക്ക് തന്ന വാക്കാണ്. അപ്പോൾ അതിന് ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വിത്ത് എവിഡൻസ് ഞാനത് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. പല ഇൻസിഡന്റ് നടന്നതും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റി തീരുമാനിച്ചു. ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവുന്ന ഇന്നത്തെ മീറ്റിംഗ് വരുമ്പോൾ കമ്മിറ്റി എല്ലാ ഓഫീസിലും ഉണ്ടാവേണ്ടതാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ ഓരോ ഇൻസിഡന്റ് വരുമ്പം ഡിസിപ്ലിനറി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായി വന്നാലോ ഇന്നത്തെ മീറ്റിംഗിലേക്ക് അറിയാൻ പറ്റുള്ളൂ. അവരുടെ കാര്യം. ചേച്ചിയുടെ ഈ പരാതി ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കും? അവരറിയാതെയാണ് ടെർമിനേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരറിയാത്തത്. ഈ പരാതി ആരും അറിഞ്ഞില്ല, ആകെ 2 പേര് മാത്രമേ അറിഞ്ഞു. പ്രസിഡന്റിനും സെക്രട്ടറിക്കും അയച്ച മെയിൽ, അതായത് ഒഫീഷ്യലി ഞാൻ അയച്ച മെയിലാണ്. അപ്പം ആ മെയില് പ്രസിഡന്റിനോട് ഞാൻ പേഴ്സണലി വീണ്ടും അയച്ചു. മറ്റുള്ളവരുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാവണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത്രയും നീണ്ടുപോയത്. കമ്മിറ്റി അറിയാതെ പിരിച്ചുവിടാൻ പാടില്ല എന്നാണ് ബൈലോ പ്രകാരം ഉള്ളത്. എന്താണെന്നുള്ളത് ഇനി കമ്മിറ്റി തീരുമാനം. അല്ല, നമ്മളൊന്ന് സംസാരിച്ചപ്പോഴും ബാക്കിയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്നൊരു പരാതി പലരും പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് അവരുടെ തീരുമാനമല്ലേ, അവർ തീരുമാനിക്കില്ല. കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷ എങ്ങനെയാണ്? ഇനി തിരിച്ച് വരുന്നുണ്ടോ? ഇത് പ്രതീക്ഷയുടെ കാര്യമല്ല. ഞാനിപ്പം അമ്മ ഓഫീസിൽ എന്നുള്ളത് ഒരു വലിയ പബ്ലിസിറ്റിയാണെന്നുള്ളത്. പല ഓഫീസിലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാനും എല്ലാവർക്കും ഫൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇപ്പോൾ വിക്ടിം കളിച്ച് സാധാരണ മേടിക്കാനോ കോമ്പൻസേഷൻ മേടിക്കാനോ ഇതൊന്നും അല്ല എൻ്റെ കാര്യം. ഇത് ഇങ്ങനൊരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്തായാലും മെനക്കെട്ടിലിറങ്ങി, ഞാൻ മെനക്കെട്ട് മുന്നോട്ട് തന്നെ പോകും. അത്രേ ഉള്ളൂ. ചേച്ചിക്ക് അനുകൂലിച്ച് സരയു സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പലരും അവർ അറിയാവുന്ന കാര്യമാണല്ലോ. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഇനിയിപ്പോൾ ഞാനോ അവരോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരറിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നിടത്ത് പിന്നെ ഞാനെന്ത് പറയാനാ? സെക്യൂരിറ്റിയുടെ എന്തോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് സംസാരം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാനേജർ എന്ന നിലയിൽ എന്നോട് സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പറയാനായിരിക്കും പറ്റും. അങ്ങനെയാണ് പിന്നെ പ്രസിഡന്റിനോട് പറഞ്ഞ ശേഷമാണ് രേഖാമൂലം കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ പോയത്. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു. കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ എന്നെ ഒതുക്കണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ കോമ്പൻസേഷൻ മേടിച്ച് ഞാൻ വീട്ടിലിരുന്ന പിന്നെ എന്നെ ഇത്രയും നടന്നിട്ട് ഞാൻ ഇത് പൈസയ്ക്ക് വേണ്ടി നിന്നതാണോ എന്നൊരു ചോദ്യം അതിനകത്ത് വരും. എനിക്കതിൻ്റെ ആവശ്യമില്ല. കോമ്പൻസേഷനും വേണ്ട. എനിക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഈ ഓഫീസിൽ ഉണ്ടാക്കി തരണം. അപമാനിച്ചതുപോലെ വിട്ടതാണ്. അപ്പോൾ അതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ്. അതുപോലെ ട്രഷറർ അപ്പോളജൈസ് ചെയ്യണം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പറയണം എന്നല്ല, എനിക്ക് എഴുതി കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് അതാണ്.